മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയുടെ കുടുംബങ്ങൾക്കായുള്ള ഏറ്റവും മാധുര്യമുള്ള സമ്മാനം അതാണ് മധുരമൊഴി. ഒരിക്കൽ മദർ തെരേസയോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, അമ്മ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഒരേ ഒരു വാചകത്തിൽ നിർത്തി, ഐ ആം ഹെൽപ്പിംഗ് അതേഴ്സ് ടു സ്മൈൽ ബിഫോർ ദ ഡൈ. ഒരാൾ മരിക്കുന്നതിന് മുമ്പ് അയാളൊന്ന് പുഞ്ചിരിക്കാൻ, ഒന്ന് ആസ്വദിക്കാൻ, ജീവിതം ഒന്ന് ആസ്വദിക്കാൻ ഞാൻ സഹായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഓരോ വിശുദ്ധരും ഈ ഭൂമിയിൽ നമുക്ക് മുൻപേ നടന്നുപോയി നമുക്ക് കാണിച്ചു തന്നതാണ്. ക്രിസ്തുവിൻ്റെ മാധുര്യം ഈ ഭൂമിയിൽ എല്ലാവർക്കും ആസ്വദിക്കാനായി അവർ വഴിയൊരുക്കി. ഓരോ കുടുംബവും പരിശ്രമിക്കേണ്ടതും ക്രിസ്തുവിൻ്റെ മാധുര്യം ഈ ഭൂമിയിൽ അവരുടെ മക്കൾക്കൊപ്പം കുടുംബത്തിനൊപ്പം ആസ്വദിക്കാനാണ്. മധുരമൊഴിയിൽ നമ്മൾ ശ്രമിക്കുന്നതും കുടുംബങ്ങളെ സഹായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതും എങ്ങനെ കുടുംബജീവിതം, പ്രത്യേകിച്ച് മക്കളെ വളർത്തിക്കൊണ്ടുവരൽ ഒരല്പം കൂടി എങ്ങനെ മാധുര്യമുള്ളതാക്കാം. അതിനായി നമ്മളെ സഹായിക്കുവാൻ വന്നിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോർജ് ഏട്ടനാണ്. ജോർജ് ഏട്ടൻ വചനപ്രഘോഷ വേദികളിൽ തൻ്റെ തനതായ ശൈലി കൊണ്ട് കുടുംബങ്ങളെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ നമ്മോടൊപ്പം ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയിൽ നിന്നും ബഹുമാനപ്പെട്ട മാർട്ടിൻ ചേട്ടനും മേരിച്ചെത്തിയിട്ടുണ്ട്. ഇവർ എറണാകുളംകാരാണ്. ഇവർ ഒത്തിരി നാളായി ഈ മേഖലയിൽ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി മധുരമൊഴിയിലേക്ക് സ്നേഹസ്വാഗതം. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ സ്കൂളിൽ നല്ലൊരു കുരുത്തക്കേട് കാട്ടി. സ്കൂളിലത് പിടിച്ചു, പ്രശ്നമായി. അധ്യാപകർ എന്നെ വിളിച്ച് കർശനമായ നടപടികളിലേക്ക് കൊണ്ടുപോയി. ഞാൻ വിചാരിച്ചു അതോടെ പ്രശ്നങ്ങൾ തീർന്നെന്ന് വിചാരിച്ചു. പക്ഷെ ഒരു ദിവസം അവർ വീട്ടിൽ നിന്ന് ആളെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ബുദ്ധിപരമായിട്ട് അപ്പനെ കൊണ്ടുവന്നില്ല. ഞാൻ പതുക്കെ അമ്മച്ചിയെ കൊണ്ടുവന്ന് ടീച്ചേഴ്സിന് മുമ്പിൽ അവതരിപ്പിച്ചു. അതിനുശേഷം അമ്മച്ചിനെ മാറ്റി എന്നെയും മാറ്റിയിരുത്തിക്കൊണ്ട് പ്രിൻസിപ്പളും ക്ലാസ് ടീച്ചറും കൂടി വിശദമായ ചർച്ചകളൊക്കെ നടത്തി ഭയങ്കര ഭീകരമായ രീതിയിൽ തന്നെ എൻ്റെ ഈ പ്രശ്നം കുരുത്തക്കേട് അവതരിപ്പിച്ചു. ഞാൻ ആകെ മാനസികമായിട്ട് തകർന്ന് നാണക്കേടും അതിനുപരി അമ്മയുടെ മുമ്പിൽ വെച്ച് എൻ്റെ കുറവുകളൊക്കെ പറഞ്ഞതിൻ്റെ പേരിലുള്ള മൊത്തത്തിൽ തകർന്നിട്ട് ഞാനന്ന് വൈകിട്ട് തീരുമാനിച്ചു. അമ്മ അത് കഴിഞ്ഞ് ഉച്ചയായപ്പോഴേ സ്കൂളിൽ തിരിച്ചുപോയി. ഞാൻ തീരുമാനിച്ചു പതുക്കെ നാട് വിടാം. സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇനി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ പെങ്ങന്മാരെ ഫേസ് ചെയ്യണം. അപ്പൻ ഇതൊക്കെ അറിഞ്ഞാൽ അപ്പം വഴക്കുണ്ടാക്കും. അങ്ങനെ മൊത്തത്തിൽ ഞാൻ തകർന്ന് തരിപ്പണ. എന്ത് ചെയ്യണം, ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ? അതിന് ഒടുക്കം ഞാൻ തീരുമാനിച്ചു വൈകുന്നേരം ആകുമ്പോൾ പതുക്കെ ബോംബെ, കോയമ്പത്തൂർ, ഡൽഹി ഇങ്ങോട്ടൊക്കെ കയ്യിൽ പൈസ ഇല്ലാഞ്ഞുകൊണ്ടും പോകാൻ പേടിയായിരുന്നുകൊണ്ടും വൈകുന്നേരം ഇരുട്ടൊക്കെ ആക്കി കഴിഞ്ഞപ്പോൾ പതുക്കെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് ഇരുട്ടിൻ്റെ മറവിലൂടെ അകത്തേക്ക് കയറി ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ കിടന്നുറങ്ങി. പക്ഷേ പിന്നീട് അമ്മ എന്നെപ്പറ്റി ഈ സംഭവത്തെപ്പറ്റി സ്കൂളിൽ വന്നതിനെപ്പറ്റി പോലും ഒരിക്കലും ചോദിച്ചിട്ടില്ല എന്നോട്. ഞാൻ അച്ഛനൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പ് വീട്ടിൽ ഞാനും അമ്മയും കൂടി സംസാരിച്ചിരുന്നപ്പോഴത്തേക്ക് അമ്മയോട് ചോദിച്ചു, അമ്മ ഓർക്കുന്നുണ്ടോ പണ്ട് ഞാൻ +2 പഠിച്ച സമയത്ത് അമ്മേനെ സ്കൂളിൽ വിളിപ്പിച്ചതും ഞാൻ ഉണ്ടാക്കി ഗുരുത്തക്കേട് പറഞ്ഞതൊക്കെ? അമ്മ എന്താ എന്നോട് ചോദിക്കാഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മച്ചി വളരെ സ്വതസിദ്ധമായ ശൈലി, അമ്മച്ചി ഒത്തിരി തമാശ പറയുന്ന ആളാണ്. അമ്മച്ചി പറഞ്ഞു, പിന്നെ അത് നീ അങ്ങനെ ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം, എൻ്റെ മോനല്ലേ നീ. ഞാൻ സത്യസന്ധമായി ഞാൻ കരഞ്ഞുപോയി ഹൃദയത്തിൽ. ഇതാണ് അമ്മ. ഒരിക്കലും മക്കളെ തെറ്റുകൾ മൂടി വെച്ചെന്നോ അത് ഡിഫെൻഡ് ചെയ്യുന്ന ആളാണോ അമ്മയെന്നല്ല ഉദ്ദേശിച്ചത്. ഇതാണ് അമ്മ, ആ ഹൃദയം കൊണ്ടുള്ള സ്നേഹം. ഒരിക്കൽ ഒരു പൂവ് ദൈവത്തോട് ചോദിച്ചു എന്നാണ് പറയുക, എങ്ങനെ എനിക്കൊരു അമ്മയാകാം? അപ്പോൾ ദൈവം മറുപടി പറഞ്ഞു, നന്നായിട്ട് കരയുക. നിൻ്റെ ഒരു ജീവിതായുസ് മുഴുവൻ കരഞ്ഞു കഴിയുമ്പോൾ നിന്നിൽ അമ്മ രൂപപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം അമ്മയാണ്. നമ്മുടെ വീട്ടിലെ നമ്മുടെ അമ്മമാർ, നമുക്ക് ജന്മം തന്നവർ. ആദ്യമായിട്ട് നമ്മളെല്ലാവരും തന്നെ വിളിച്ച പേര് തന്നെ അമ്മ എന്നുള്ളതാണ്. വീട്ടിലെ അമ്മമാർ, ഒരു വീട്ടിൽ നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ, കുടുംബത്തെ രൂപപ്പെടുത്തുന്നതിൽ അമ്മയ്ക്കുള്ള പങ്കാണ് ഇന്നത്തെ നമ്മുടെ മധുരമൊഴിയിലെ ഏറ്റവും മാധുര്യമുള്ള പേര്. ആ അമ്മ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ വിഷയവും. ഈ അമ്മയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേ സ്വർഗത്തിലിരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ തലകുരിശ കൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. കാരണം പൂർണ്ണതയുള്ള അമ്മയായി നമുക്ക് മുമ്പിൽ എന്നുമുള്ളത് പരിശുദ്ധ അമ്മ തന്നെ. അമ്മയാണല്ലോ കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത്. നസ്രത്തെ തിരുക്കുടുംബത്തിലേക്ക് പോയി കഴിഞ്ഞാൽ കൃത്യതയോടെ മനസ്സിലാകും എങ്ങനെ മകൻ ദൈവമായിരുന്നിട്ട് കൂടി അവൻ എങ്ങനെ വളർത്തിക്കൊണ്ട് വന്നെന്നുള്ളത്. എന്നെ ഏറ്റവും അതിശയത്തോടെ ഞാൻ നോക്കിക്കാണുന്നൊരു ഭാഗം, ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയിട്ട് ദേവാലയം തിരിച്ചു കിട്ടുന്ന സംഭവമുണ്ട്. അവിടെ ചെന്നിട്ട് പരിശുദ്ധ അമ്മ മകനോട് പറയുന്ന വാചകം ഇതാണ്, നിൻ്റെ പിതാവും ഞാനും. അങ്ങനെ തുടങ്ങും, നിൻ്റെ പിതാവും ഞാനും. എത്രയേറെ ബുദ്ധിമുട്ടി, നിന്നെ അലഞ്ഞു നടന്ന നിൻ്റെ പിതാവും ഞാനും പിതാവും എന്നല്ല, നിൻ്റെ പിതാവും. അപ്പനെ ബഹുമാനിക്കാൻ പഠിപ്പിക്കുന്നത് അമ്മയാണ്. അതിനുശേഷം ഉദരത്തിൽ വെച്ചിരുന്ന കുഞ്ഞിനെ കൊണ്ട് അങ്ങ് കിലോമീറ്ററുകളോളം ഓടി, 13 മൈലിലധികം ഓടി തൻ്റെ ചാർച്ചക്കാരെ എലിശപ്പുണ്യത്തെ സഹായിക്കാൻ പോയ അമ്മ. ചുമ്മാതിരിക്കാൻ പറ്റുമോ ആ ഉദരത്തിലുണ്ടായ കുഞ്ഞിന്? അതുകൊണ്ടല്ലേ അവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇറങ്ങി നടന്ന് ശുശ്രൂഷകൾ ചെയ്തത്. ഞാൻ വചനം വായിക്കുമ്പോൾ ഇടയ്ക്ക് തമാശയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഈശോ നടന്നു പോയ സ്ഥലങ്ങളിൽ എന്താ ഇത് കുഷ്ഠരോഗികളുടെയോ തളർവാദ രോഗികളുടെയോ വല്ല സംസ്ഥാന സമ്മേളനം നടക്കുന്ന സ്ഥലമല്ലോ ആണോ എന്ന്. കാരണം പോകുമ്പോഴൊക്കെ കാണുന്നത് ഒരു പറ്റ ആൾക്കാരെ സുഖപ്പെടുത്തി എന്നുള്ളതാണ്.
കാരണം ഇവന് ഓടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ആരുടെ ഉദരത്തിലാ ഓടി നടന്ന ചുറ്റുപാടുകളിലേക്ക് ഓടിപ്പോയ പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ കിടന്നവൻ ഈശോ. ഒരല്പം കൂടി ഉയർത്തി പറഞ്ഞാൽ ഈശോ മരിക്കുന്നതിന് മുമ്പ് അവസാനം പറഞ്ഞ 7 വചനങ്ങളുണ്ട്, തിരുവചനങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട വചനം എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിട്ടെന്നുള്ളതാണ്. നമ്മളെല്ലാവരും പലരും പല രീതിയിൽ പറഞ്ഞു വെച്ചത് അവൻ പിതാവ് കൈവിട്ടതിനെ ഓർത്ത് വിലപിക്കുന്നതാണ്. ചിലർ പറഞ്ഞു, മറ്റു പല രീതിയിൽ വ്യാഖ്യാനങ്ങൾ വന്നു. ശരിക്കും അത് പറഞ്ഞു വെക്കുക, യഹൂദ സംസ്കാരത്തിൽ ഓരോ യഹൂദ വനിതയും പുലർകാല ചൊല്ലുന്ന സങ്കീർത്തനമാണത്. പരിശുദ്ധ അമ്മ ഈ സങ്കീർത്തനം ചൊല്ലിയെന്നും ഇത് കേട്ടുപഠിച്ച് ഈശോ മരണത്തിൻ്റെ വിനാഴികളിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടപ്പോൾ കൃത്യമായിട്ട് ദൈവമായിരുന്നിട്ട് അവസാനം വന്ന പ്രാർത്ഥന അവൻ്റെ അമ്മ പഠിപ്പിച്ച പ്രാർത്ഥന. ഇതാണ് അമ്മ. അമ്മയെപ്പറ്റി ഇനി എന്തധികം പറഞ്ഞാലും അധിക പ്രസംഗമാകും. എനിക്ക് തോന്നുന്നു ശീലങ്ങൾ, ഒരു കൾച്ചറൊക്കെ എപ്പോഴും ഡെവലപ്പ് ചെയ്യുന്ന ഒരു അമ്മയുടെ ഉത്തരവാദിത്തത്തിൻ്റെ പുറത്താണ്. ചേട്ടാ, ഈ ഒരു ശീലങ്ങൾ ക്രമപ്പെടുത്തുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ഒരു കുടുംബം, അപ്പൻ കാര്യങ്ങൾ മുമ്പിൽ നിന്ന് ക്രമീകരിക്കുമെങ്കിലും ഒരു കുടുംബത്തിന് നടപ്പുകളെല്ലാം ക്രമീകരിക്കുന്നത് അമ്മയാണ്. ചേട്ടൻ അതിനെപ്പറ്റിയുള്ള ജോർജൻ്റെ കാഴ്ചപ്പാടെന്നാണ്? എനിക്ക് തോന്നുന്നു അത് അമ്മയ്ക്ക് അപ്പുറത്തേക്ക്, അമ്മയെന്ന് പറയുന്നത് തന്നെ സ്ത്രീയുടെ പൂർണ്ണതയാണ്. എക്സാക്ട്ലി. ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ അതിനെവിടെയൊക്കെ ഒരു കുറവുണ്ട്. അമ്മ എന്ന് പറയുമ്പോൾ അതെല്ലാം പൂർണ്ണമാകുന്നത്. അപ്പോൾ സ്ത്രീ അമ്മയാകുന്നതിലാണ് പൂർണ്ണത. ഈ സ്ത്രീയാണ് വാസ്തവത്തിൽ സമൂഹത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സംരക്ഷക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ വലിയ വാക്കുകളൊന്നും ഉപയോഗിക്കാതെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ബാക്കി പുരുഷന്മാരുടെ സംസാരം എന്ത് മര്യാദയുള്ളതായിരിക്കും. ഓഫീസിലാണെങ്കിലും ചന്തയിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒരു സ്ത്രീയുടെ സാന്നിധ്യം, അത് എത്ര ചെറുതായിക്കോട്ടെ വലുതായിക്കൊള്ളട്ടെ, ഒരു സ്ത്രീ അവിടെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒരു ഇച്ചിരി അടക്കോ ഒതുക്കോ. ഞാനതിനകത്ത് മനസ്സിലാക്കുന്നത് ഈ സംസ്കാരത്തിൻ്റെ അങ്ങനെയുള്ളൊരു നല്ല ആചാരങ്ങളുടെ, നല്ല വാക്കുകളുടെ, ഇതിൻ്റെയൊക്കെ ഒരു കാവലാളാണ്. കറക്റ്റാണ്, കാവലാണ്. അല്ലെങ്കിൽ അമ്മ കുടുംബത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാം, അമ്മ, സ്ത്രീ എന്ന് പറയേണ്ട കാര്യമില്ല അവിടെ. അമ്മയാണ് വാസ്തവത്തിൽ കുഞ്ഞുങ്ങളെ പല സംസ്കാരങ്ങൾ, അവർ പറയുന്ന വാക്ക് ഏതാണ്, അപ്പം പറയുന്ന വാക്ക് കുറവാകാനാണ് വഴി സാധ്യത. അമ്മയായിരിക്കും അത്. ഇനി അപ്പൻ ചീത്തയായ വാക്കുകൾ ഉപയോഗിക്കുന്ന കുടുംബങ്ങളിൽ തന്നെ മക്കൾ അതിൽ നിന്നും മാറിപ്പോകുന്നത് ഞാൻ നേരെ കണ്ടിട്ടുണ്ട്. കാരണം അപ്പൻ അങ്ങനെ പലതും പറയും, മോശപ്പെട്ട വാക്കൊന്നും നീ ഇവിടെ പറഞ്ഞേക്കരുത്, എങ്ങും പറഞ്ഞേക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന അമ്മമാരും, അങ്ങനെയുള്ള ദുസ്സാഹചര്യത്തിൽ പെട്ടുപോയ അമ്മമാർക്കത്. കൊച്ചു പിള്ളേരൊക്കെ കൃത്യമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന അമ്മയുടെ വാക്കുകളാണ്. പണിത് നടു ഒടിഞ്ഞെന്നൊക്കെ കൊച്ചു കനട്ട് പിള്ളേര് പറയാറുണ്ട്. അമ്മ അത്രയ്ക്കത് ഇൻഫ്ലുവൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, വീട്ടിൽ അമ്മ സന്ധ്യാപ്രാർത്ഥന താല്പര്യപ്പെടാതെ അല്ലെ സീരിയൽ അമ്മയാണെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അവരെ പള്ളിയിൽ എത്ര വിളിച്ചു പറഞ്ഞിട്ടും വേദപാഠ ക്ലാസ്സിൽ എന്ത് പറഞ്ഞിട്ടും പേടിപ്പിച്ചിട്ടും ഒന്നും കാര്യമില്ല. അതേസമയം പള്ളിമണി അടിക്കുന്ന സമയത്ത് എന്തുണ്ടെങ്കിലും ഓഫ് ചെയ്തിട്ട്, അല്ലേ, അത് അടുക്കളയിലെ സ്റ്റൗ ആണെങ്കിലും ടി വിയുടെ റിമോട്ടാണെങ്കിലും ഓഫ് ചെയ്തിട്ട് പ്രാർത്ഥന ഇതിലേക്ക് വരുന്നവരെ വളരെ കറക്റ്റാണ്. നമ്മളെ കത്തോലിക്ക സഭയുടെ തന്നെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാർ നിലവിളിച്ച് വലിയ പ്രാർത്ഥനകളുടെയും ജപമാല മണികളുടെയാണ്. ചവർപിതാവ് വളരെ കൃത്യതയോടെ പറയുന്നുണ്ട്, ഞാൻ ബാല്യത്തിൽ ഉറക്കത്തിൽ നിന്ന് എപ്പോഴൊക്കെ എഴുന്നേൽക്കുമ്പോൾ എൻ്റെ അമ്മ രാത്രി അന്ത്യയാമങ്ങളിലൊക്കെ കൈ പിടിച്ച് ജപമാല എഴുതുന്ന കണ്ടാൽ എഴുന്നേറ്റ് വന്നെന്ന്. എൻ്റെ ചവർപിതാവ് ആത്മാനാമത്തിൽ പറയുന്നുണ്ട്, അമ്മ എനിക്ക് മുലപ്പാലിനൊപ്പം സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥനയും നന്മ നിറഞ്ഞ പ്രാർത്ഥനയൊക്കെ എനിക്ക് ഓതിത്തന്നെന്ന്. മിസ്റ്റർ ജോൺ പോൾ രണ്ടാമൻ്റെ ജീവിതത്തിൽ കൃത്യതയോടെ പിതാവ് പറയുന്നുണ്ട്, ഞാൻ എപ്പോൾ രാത്രി എഴുന്നേറ്റാലും ഞാൻ കാണുന്ന ചിത്രം എൻ്റെ അമ്മ കൈവിരിച്ച് ജപമാല എഴുതുന്ന ചിത്രമാണെന്നുള്ളതാണ്. അമ്മയാണ് ഈ ഒരു ശീലം, പ്രത്യേകിച്ച് ആത്മീയ ശീലങ്ങൾ കൃത്യതയോടെ രൂപപ്പെടുത്തുന്നത്. നമുക്കപ്പോൾ ഇനി നമുക്കിന്ന് മേരിച്ചെടി ചോദിക്കാം. കാരണം 5 മക്കളുടെ അമ്മയെന്ന നിലയിൽ ഈ ഒരു അമ്മഷിപ്പ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ ബ്രദർ, അപ്പോൾ അമ്മത്വം അതെങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? ശരിക്കും പറയുവാണെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഈ മദർഹുഡ് എൻജോയ് ചെയ്യുക തന്നെയാണ് ചെയ്യണത്. എനിക്ക് കുഞ്ഞിലേ മുതലേ ഒരു സ്ത്രീ ആകണതിലൊരു അഭിമാനവും അമ്മ എന്നുള്ള ലക്ഷ്യം, ആ ഒരു മദർഹുഡിനെ ഓർത്ത് ശരിക്കും ഒരു സന്തോഷമൊക്കെ ആയിരുന്നു. ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കാൻ നേരത്ത് 2-3 ഇൻസിഡൻസ് എനിക്കൊന്ന് പറയാൻ തോന്നി. എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം, ഒരു 4ാമത്തെ മോൻ ഒരു 3 വയസ്സൊക്കെ ആകണ സമയത്തേക്കും എന്നെ കൈ പിടിച്ച് അങ്ങ് ബെഡ്റൂമിലോട്ട് കൊണ്ടുപോയി വാതിലടച്ചിട്ട് പറഞ്ഞ്, അതിൻ്റെ മൂത്ത ചേട്ടൻ ഇങ്ങനെ ഒരു കുസൃതി ചെയ്ത്
അത് ഇങ്ങനെ അപ്പം എന്നെ സ്ട്രൈക്ക് ചെയ്ത കാര്യം ഈ ഡോർ അടച്ചതാണ്. മകൻ അകത്തേക്ക് അകത്തേക്ക് വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഡോർ അടച്ചു. അപ്പം ഞാൻ ഈ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയോ എല്ലാവരും കൂടി ഇടപെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കറക്ഷൻസ് മിക്കവാറും പറയണത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാറില്ല. വേഗം വിളിച്ച് ബെഡ്റൂമിലോട്ട് കൊണ്ടുപോയി അങ്ങ് ഡോർ അടച്ചിട്ട് ഒരാൾ ഒറ്റയ്ക്ക് വിളിച്ച്. അതിലുള്ള ഒരു സുഖം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മുഖത്തോട്ട് തന്നെ അവർ നോക്കും, പെട്ടെന്ന് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, കഴിഞ്ഞ് കഴിഞ്ഞ് പുറത്തോട്ട് കൊണ്ടുവരികയും ചെയ്യും. അത് കറക്ഷൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഈ ഒരു പോലീസ് കറക്ഷൻ സ്റ്റേഷനിൽ കയറ്റി ഒന്ന് ഇറക്കി കൊണ്ടുവരുന്ന പോലെ. അപ്പോൾ എനിക്കത് അവരെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യണ ഒരു കാര്യവും തിരിച്ച് പെട്ടെന്ന് അത് അങ്ങ് അവർ ഗ്രഹിക്കണ പോലെ തോന്നി. അത് ഞാൻ അറിയാണ്ട് ചെയ്തിരുന്ന കാര്യമാണ്. ഈ നാലാമൻ എന്നെ വിളിച്ച് അകത്ത് കയറ്റി വാതിലടച്ചപ്പോഴാണ് ഇത് ഞാൻ ചെയ്യണ പ്രോസസ്സാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പം എനിക്ക് ഇങ്ങനെ തോന്നിയൊരു കാര്യം, വേറൊരു കാര്യം, ഈ കമ്പാരിസൺ വിച്ച് കോസ് ഡിപ്രഷൻ എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അയൽവക്കത്തെ കുഞ്ഞിനായിട്ടൊന്നും കമ്പയർ ചെയ്യില്ലായിരിക്കും നമ്മൾ. കാലഘട്ടത്തിന് വലിയൊരു തിന്മയാണ് കമ്പയർ ചെയ്ത് പിള്ളേരെ ചവിട്ടിത്താത്തുക എന്നുള്ളത്. അപ്പം നമ്മളുടെ കൂടെ വളരണ നമ്മുടെ മക്കളെ തന്നെ നമ്മൾ ചിലപ്പം അതെ അനിയനിരുന്ന് ഊണ് കഴിക്കണ കണ്ട ചേട്ടൻ ചെറുതായി പോകൂട്ടാ, അസൂയയുടെ വിത്ത് ആവശ്യമില്ലാണ്ട് വെതറണത് പോലെ തോന്നും എനിക്ക്. അതല്ലാണ്ട് നമുക്ക് ചേട്ടൻ ഊണ് കഴിക്കാൻ വേണ്ടി, ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചേട്ടൻ എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും മറ്റേവനായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. മോനെ നീ വേഗം കഴിക്കുക, സമയമായി എന്ന് പറഞ്ഞാൽ മതി. അറിയാണ്ട് ചെയ്തു പോണ ഒരു കാര്യമാണ്. പക്ഷേ പഴയ കുടുംബ വഴക്കുകളുടെയും സഹോദരർ തമ്മിലുള്ള വലിയ വഴക്കുകളാകണത് വലിയ വഴക്കുകളൊക്കെ ആരംഭിക്കുന്നത് ഈ കുഞ്ഞിലെ ഈ അമ്മമാര്, പ്രത്യേകിച്ച് അമ്മമാരുടെ ഈ ഒരു കമ്പാരിസൺ അറിയാണ്ട് ചെയ്യണം. ചിലപ്പം ഒരു ബലക്കുറവുള്ള മക്കളിൽ തന്നെ ഒരു ബലക്കുറവുള്ളവനെ സപ്പോർട്ട് ചെയ്യണമായിരിക്കും അമ്മ. പക്ഷേ ഈ കമ്പയർ ചെയ്യാണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഒരിക്കലും കമ്പയർ ചെയ്ത് മറ്റേ ആളെ താഴ്ത്തി കെട്ടേണ്ട ആവശ്യമില്ല. അത് ശരിക്കും അവരുടെ ആ ഒരു ആത്മവിശ്വാസമൊക്കെ വളർത്താൻ സഹായിക്കും എന്നുള്ളൊരു ബോധ്യത്തിൽ വരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ മണിചേട്ടാ ഒരു ചോദ്യം, എങ്ങനെ ഇപ്പം നമ്മൾ കമ്പാരിസൺ പറഞ്ഞേ ഉള്ളൂ, എന്നാലും ഞാനൊന്ന് ചോദിക്കുകയാണ്, ഒരു ഇവാലുവേഷൻ വാക്ക് മാറ്റി ഉപയോഗിച്ചേക്കാം. മേരി ചേച്ചി ഒരു അമ്മ എന്ന നിലയിൽ എങ്ങനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു? ഒരു ഭർത്താവ് എന്ന നിലയിൽ കൃത്യമായിട്ട് അതിന് പറ്റുമല്ലോ. നമ്മൾ റേറ്റിംഗ് ഒന്നും വേണ്ട, 10A+, 8A+ വേണ്ട, അടുത്ത് നിന്ന് കണ്ടാണത്. എങ്ങനെ ഒരു അമ്മ, ജോർജേട്ടൻ അമ്മയെ കണ്ടിട്ടുണ്ട്, ഇപ്പം മേരി ചേച്ചി കാണുന്നു. അപ്പോൾ അമ്മയെ പറ്റിയുള്ള സ്വപ്നങ്ങളും കൂടി ആകാം ഒരു അപ്പൻ്റെ വായിൽ നിന്ന്. എന്നെ ശരിക്കും വിസ്മയിപ്പിച്ചിട്ടുള്ളൊരു കാര്യം അത്. ശരിക്കും മൂത്ത മകനായിട്ടുള്ള റിലേഷൻഷിപ്പ്, അതാണ് എനിക്ക് ഏറ്റവും എന്നെ മേരിയുടെ ഇതിൽ ടച്ച് ചെയ്തിട്ടുള്ളൊരു കാര്യം. അവൻ എന്ത് കാര്യം, അവൻ ചില സമയത്ത് വന്ന് പറയണ കാര്യങ്ങൾ ഞാനിങ്ങനെ ഓവർഹിയർ ചെയ്യുമ്പോഴേ ഞാൻ ഞെട്ടിപ്പോണു. എടാ ഇവൻ ഇതൊക്കെ ഒന്ന് അമ്മയുടെ അടുത്ത് പറയും. അങ്ങനെ അവന് പറയാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യവും ഇല്ലെന്നുള്ളതാണ്. എല്ലാം കോളേജിൽ നടക്കണ അവൻ്റെ കുരുത്തക്കേട് വരെ അവൻ വന്ന് പറയാറുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു. എനിക്ക് ഇവരുടെ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് എനിക്ക് ഭയങ്കര എന്നെ വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം. അതെ, എനിക്ക് തോന്നണ ഇത് ശരിക്കും മൂത്ത ആള് പഠിക്കണമെങ്കിൽ കൂടെ ഇരിക്കണമായിരുന്നു. അപ്പം ഒരു 10ാം ക്ലാസ് താഴത്തെ കുഞ്ഞുങ്ങളുള്ളപ്പോഴും 10ാം ക്ലാസ് വരെ കൂടെ ഇരിക്കുമായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പ്രാർത്ഥിക്കുമായിരുന്നു, ഈശോയെ എനിക്ക് ടൈം ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ള കൃപ തരണേന്ന്. ഞാൻ വിചാരിച്ചു പണ്ട് പഠിക്കാൻ പറ്റാത്തതൊക്കെ ഇപ്പൊ വീണ്ടും പഠിക്കാനുള്ള കൃപ തരണേന്നാ വിചാരിച്ചത്. ടൈം മാനേജ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് എല്ലാവർക്കും കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. ഈക്വലായിട്ട് ഇത് കൂടുതൽ ശ്രദ്ധ വേണ്ട ചെറിയവർക്കാണ്. പക്ഷെ എന്നാലും ഇയാളുടെ കൂടെ ഇരുന്ന് ഈ 10ാം ക്ലാസ് വരെ പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച്. പക്ഷേ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇയാളെക്കുറിച്ചുള്ള ആങ്സൈറ്റി കൂടുതൽ എന്നെ ഈശോ വഴി നടത്തിയത് ഇങ്ങനെയാണ്. ഞങ്ങൾ പഠിക്കാണ്ടിരിക്കുന്ന 2 മണിക്കൂറാണെങ്കിൽ അതിൽ കുറേ സമയം സംസാരിച്ച് കളയും. എല്ലാം സ്കൂൾ വിശേഷവും എല്ലാം. ക്ലാസ്സിലെ ഒറ്റ കുട്ടികളെയും എനിക്ക് സ്കൂളിൽ ചെല്ലാണ്ട് തന്നെ ഫസ്റ്റ് ടൈം ഞാൻ കാണുമ്പോൾ ഇന്ന കുട്ടിയല്ലേ എന്ന് ചോദിക്കാൻ പറ്റും. ടീച്ചേഴ്സിനൊക്കെ മനസ്സിലാവും. അത്രയും കമ്മ്യൂണിക്കേഷനാണ് എന്നോട് നടത്തുന്നത്. അപ്പോൾ ഒരു സമയത്ത് തന്നെ ഈശോ ഇങ്ങനെ വെച്ചാൽ ഇത് ശരിക്കും എനിക്കും മോനുമായിട്ട് കൂട്ടാകാനായിട്ടുള്ള ഒരു ഒരു കാരണമായിട്ടാണ് ഞാൻ ഈ പഠനത്തിൻ്റെ ഒരു വൈകല്യം അമ്മ കൂടെ ഇരുന്ന് പഠിപ്പിക്കണം എന്നുള്ളതിനെ കണ്ടത് എനിക്ക് പോസിറ്റീവായിട്ട് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ സ്മൂത്ത് ആയിരുന്നത്. ഇപ്പം എനിക്ക് പറയുവാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം, ആൾ കോളേജിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യണൊരു കാര്യം, ഞാനിപ്പോൾ കിച്ചണിൽ പണി ചെയ്യുവാണെങ്കിൽ ഡോർ അടച്ചിട്ട് വേറെ ആരും വന്ന് ഇൻ്റർഫിയർ ചെയ്യാണ്ടിരിക്കാൻ വേഗം പറയാനുള്ളതൊക്കെ അങ്ങ് കുറേ അങ്ങ് പറയും.
ആ ആ ഒരു കെട്ടായി ചൂർന്ന പോലെ. അത് എനിക്ക് ഈ മൂത്ത മോന് ഞാൻ ഈ ടൈം കൊടുത്തതിൻ്റെ ഒരു ഗുണം പറയാം. എല്ലാം എനിക്ക് മനസ്സിലാകണത് ആൾക്ക് കൊടുത്ത കാര്യങ്ങൾ രണ്ടാമത്തെ മോളാണ്. മോൾക്കും കൊടുക്കേണ്ടത് കൊടുത്തപ്പോൾ വന്ന് ചെറിയവരൊക്കെ ഇതെല്ലാം കണ്ടു പഠിച്ചു എന്നുള്ളത്. ഈവൻ പ്രാർത്ഥനകൾ പോലും കാവൽ മാലാഖയുടെ ജപമൊക്കെ ഏഞ്ചൽ ഓഫ് ഗോഡ് എന്നും പറഞ്ഞ് മൂത്ത ആളെ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ. ബാക്കി എല്ലാവരും കേട്ട് പഠിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ 5 മക്കളെ വളർത്തുന്നത് എന്ന് പറഞ്ഞാൽ 2 പേരെ വളർത്തിയാൽ മതി. ഒരാണിനെ പെണ്ണിനെ അങ്ങ് വളർത്തി കഴിഞ്ഞാൽ ബാക്കി അവരങ്ങ് വളർത്തിക്കോളും. അല്ല, അത് സത്യമായിട്ടുള്ള ഒരു കാര്യം കേട്ടോ. കാരണം പിന്നീടുള്ള കുട്ടികളെ വളർത്താനായിട്ടുള്ള ഒരു സ്ട്രെയിൻ ഇല്ല എന്നുള്ളതാണ്. ഒരു ഭയങ്കര രസമായിട്ടുള്ള ഒരു കാര്യം മാനേഴ്സും ഇപ്പം ഞാൻ മൂത്ത മോനൊക്കെ എങ്ങനെയാകണം എന്ന് നിർബന്ധം പിടിച്ചിരുന്ന കാര്യങ്ങൾ ഇപ്പം ഇളയ ആൾക്കാരൊക്കെ ഞാൻ കുറച്ചും കൂടി ലിബറലാണ്. എൻ്റെ പ്രായം മാറിയപ്പോൾ ഞാൻ അത്ര സ്ട്രെയിൻ ചെയ്യുന്നില്ല. പക്ഷേ മൂത്ത 2 പേർക്കും ഭയങ്കര നിർബന്ധമാണ്, കട്ടക്ക് സ്ട്രിക്റ്റ് ആകും. സ്ട്രിക്റ്റ് ആണ്. അവര് പുറത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണം, ഒരു പാരലൽ പാരന്റിങ് പാരലൽ പാരന്റിങ്. അവർക്ക് ഫോർമേഷൻ കിട്ടി തുടങ്ങി വീട്ടില്. അല്ല, അത് മനോഹരമായ ഒരു കാര്യമാണ് കേട്ടോ. ഇന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം, ഒരു കുഞ്ഞുണ്ടായി കഴിയുമ്പം കൊച്ചിൻ്റെ കാലെ പിടിച്ചാണോ തലയെ പിടിച്ചാണോ എടുക്കേണ്ടതെന്ന് അറിയത്തില്ലാത്ത അമ്മയുടെ കയ്യിലോട്ടാണ് ഈ കുഞ്ഞ് വന്നു വീഴുക. കാരണം അത് കണ്ടിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളുള്ളത് കൊണ്ടാണ് ഈ ഒരു പേരൻറ്റിങ്ങൊക്കെ അവർക്ക് ഇപ്പോഴേ തുടങ്ങി പഠിക്കാനായിട്ട് സാധിച്ചത്. അത് മനോഹരമായൊരു കാര്യമായിട്ട് തോന്നുന്നു കേട്ടോ. കാരണം ഒരു അപ്പനും അമ്മയുടെയും ഒക്കെ ഒരു മിനി അപ്പനോ അമ്മയൊക്കെ വീട്ടിൽ രൂപപ്പെട്ടു. ഇനി അതുകൊണ്ട് സഭയ്ക്ക് എളുപ്പമാണ്. അവസാനം വിവാഹം ഒരുക്ക കോഴ്സൊക്കെ നടത്തുമ്പോഴത്തേക്ക് കുറെ ഭാഗങ്ങളൊക്കെ ഇവരങ്ങ് വീട്ടിൽ ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാലേ അത് വളരെ പറഞ്ഞത്. അപ്പോൾ മേശി ഒരു സംശയം കൂടി ഉള്ളത്, പിള്ളേരുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ അമ്മ എന്ന നിലയിൽ എങ്ങനെയാണ് ഇവരെ ഈ ഒരുമിച്ച് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക പിള്ളേർ തമ്മിലുള്ള ചെറിയ ചെറിയ ഫൈറ്റുകളൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ആത്മീയമായ മേഖലയിലൂടെ അവർക്ക് ഹീലിംഗ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്കിരുത്തി പ്രാർത്ഥിപ്പിക്കാനോ? കാരണം അതൊക്കെ ഇനി ഒരു കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. വീട്ടിൽ ഒറ്റയ്ക്കൊരു കൊച്ചിനെ കിട്ടുമ്പോൾ അവരൊരുമിച്ച് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക, അല്ലെങ്കിൽ യാത്രയും അവരോടൊപ്പം ഇന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക, അതൊക്കെ മനോഹരമായ ശീലങ്ങളായിട്ട് രൂപപ്പെടുത്താവുന്ന അങ്ങനെ എന്തെങ്കിലും? എനിക്ക് എന്താ പറയുക, പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണതിനേക്കാളും ഉപരി ഞാൻ ശ്രമിച്ചേക്കണ സ്നേഹിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അവരെ ഇത് നമുക്ക് തീർച്ചയായിട്ടും കൈയടിക്കേണ്ട ഉത്തരത്തിലാണ്. നല്ല ഡെഫിനിഷനാണ് അത്. പരസ്പരം സ്നേഹിപ്പിക്കുക എന്നുള്ളൊരു കാര്യം എനിക്ക് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. എപ്പോഴും അടുത്ത കുഞ്ഞ് വരാൻ നേരത്തേക്കും മൂത്ത ആളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും, നമ്മൾ ഈശോനോട് പ്രാർത്ഥിക്കുക, വാവേനെ തരാൻ, എനിക്കൊരു കുഞ്ഞാനിയനെ അല്ലെങ്കിൽ കുഞ്ഞാനിയത്തിനെ തരാൻ വരിക. അപ്പം അങ്ങനെ ഒരു പ്രാർത്ഥന, ആ ആളുടെ പ്രാർത്ഥന കൊണ്ടാണ് അടുത്ത. അപ്പം തന്നെ അനിയനോ അനിയത്തിയോടുള്ള സ്നേഹം വരുന്നു, ബോണ്ട് വരുന്നു. പിന്നെ അടുത്ത് എപ്പോഴും സംസാരിപ്പിക്കുകയൊക്കെ ചെയ്യും, അവരോട് വർത്താനം പറയുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു പ്രാവശ്യം ഈ 3-ാമനും 4-ാമനും 2 ആൺപിള്ളേരടുത്തുള്ളത്, അവർ ഒരു 3 വയസ്സും 6 വയസ്സൊക്കെ ഉള്ള സമയത്തേക്കും കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേട്ടൻ കയറി ഒരു ടോയ് തട്ടിപ്പറിച്ചപ്പോൾ അനിയൻ്റെ ഒരു റിയാക്ഷൻ മുഖത്ത്, അത് കണ്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെല്ലണത്. അപ്പം എനിക്ക് പെട്ടെന്ന് അടുത്തോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാൻ തോന്നി. ഈശോയെ, ചേട്ടൻ അറിയാണ്ട് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു, എന്നെ എന്തോരം ഇഷ്ടമാണ് ഈശോയെ, ചേട്ടൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈശോ എനിക്കിങ്ങോട്ട് വരാൻ പറ്റിയത്. ഈശോയെ, ചേട്ടൻ അറിയാണ്ട് ചെയ്തതാണ്, സാരമില്ല കേട്ടാ. തിരിച്ചും പ്രാർത്ഥിച്ചു, ഈശോയെ, ഞാൻ തട്ടിപ്പറിച്ചത് ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, അവന് വിഷമമായി എന്ന് പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചു. അമ്മ പ്രാർത്ഥിച്ചു, അമ്മ പ്രാർത്ഥിച്ചു. അപ്പം സംഭവിച്ച ഒരു കാര്യം, ഞാൻ നോക്കുമ്പോൾ 2 പേരുടെ കണ്ണുകളും തമ്മിൽ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് അവരെ അങ്ങനെ അലിഞ്ഞു പോണത് കാണാം. ഞങ്ങളെല്ലാവരും അന്ന് ഹോളിഡേയ്സ് ആയതുകൊണ്ട് ഒരുമിച്ചായിരുന്നു ബെഡ്റൂമിൽ കിടക്കണത്. അന്ന് രാത്രി എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തു. ഞാൻ ഒന്നും ചിന്തിച്ചുകൊണ്ട് ചെയ്തതല്ലെങ്കിലും ഈ ഒരു പ്രയറും ഈ ഒരു അലിവും എല്ലാം എനിക്ക് ഭയങ്കര ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഞാൻ അപ്പേനെയും മൂത്ത മോനെയും മോളെയും അങ്ങനെ എല്ലാവരെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിച്ചു. ഞാൻ തന്നെ പ്രാർത്ഥിച്ചു. എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും അതിന്റെ ഒരു ഭാഗമായിരുന്നുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇപ്പൊ മൂത്ത മകൻ എന്നൊക്കെ പറയുമ്പോൾ ആദ്യം നമുക്കൊരു അവരെ അനുസരിക്കാതെ കുറച്ച് നമുക്കൊരു ഇതുണ്ടാവില്ല. എന്ത് അവരെ ഹീലിംഗ് ആവശ്യമുണ്ടോ അത് ആ മേഖല എടുത്തു പറയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സമർപ്പിച്ചുകൊണ്ട് അങ്ങ് പ്രാർത്ഥിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആ റൂമിൽ, ഞങ്ങളുടെ ബെഡ്റൂമിൽ ഭയങ്കര ഒരു സ്നേഹത്തിൻ്റെ ഒഴുക്ക് അനുഭവപ്പെട്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, പ്രാർത്ഥനയുടെ ഒപ്പം ഈ സ്നേഹം ഒഴുക്കണ സ്ഥലത്ത് പ്രാർത്ഥനയൊക്കെ ദൈവത്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്, ഇതെല്ലാം പ്രഥമസ്ഥാനം ദൈവത്തിന് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴും സ്നേഹം ഒഴുക്കിക്കൊണ്ടാണ് ഇത് ചെയ്യണതെങ്കിൽ ഈസി ആയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഈ ബൈബിൾ റീഡിംഗ് ഒക്കെ
ഡെയിലി ഒരു ശീലമാക്കാനായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അതൊരു സ്നേഹത്തിലൂടെയാണ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്തോ എന്ന് ചോദിച്ച് ഇന്ന് നീ ചെയ്തോ എന്ന് ചെയ്ത അപ്പം എനിക്ക് തോന്നുന്നത് ദൈവത്തിൻ്റെ കാര്യത്തിൽ ഈ പിതാവായ ദൈവത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരിക്കലും പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആകാണ്ട് സ്നേഹം ഒഴുക്കിക്കൊണ്ടാണ് അവർ ആ ഒരു ബൈബിൾ റീഡിങ്. സ്നേഹമുള്ള പിതാവാണെന്ന് കലിപ്പിച്ചുകൊണ്ട് പറയുന്ന അവസ്ഥയാണ്. ഞാനിപ്പോൾ കേട്ടെടുത്തപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, ഈ സ്വർഗത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ നമ്മളെ ഈ പറഞ്ഞ പോലെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ വാസ്തവത്തിലൊരു കൾച്ചർ, ഈ ക്രിസ്ത്യാനിറ്റി ഒരു മതമല്ലല്ലോ, അതൊരു വഴിയാണെന്നല്ലേ പറയുന്നത്, ക്രിസ്തു മാർഗം അല്ലേ, മാർഗം കൂടിയവർ അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ ക്രിസ്ത്യാനികൾ അല്ലേ. അപ്പോൾ മാർഗത്തിലായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്വർഗത്തിലേക്കുള്ള ആ വഴിയെ നടന്നു പോകേണ്ട, അവിടെ ആചരിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാൻ നമുക്കിവിടെ ഉള്ളത് സഭയാണ്. ആ സഭ സ്വയം അമ്മയെന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി വരികയായിരുന്നു. ഇപ്പോൾ അതെ, മക്കളെ സഭാ മാതാവ് എന്ന്, സഭാ പിതാവ് എന്ന് പറയുന്നില്ല, സഭാ മാതാവ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതാണ് അതിൻ്റെ കൊണ്ടുപോകുന്ന അല്ലേ, എല്ലാവരും ഇങ്ങനെ കൊണ്ടുപോകുന്ന പിതാവിൻ്റെ അടുക്കിലേക്ക് ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആൾ എന്നുള്ള നിലയിലാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. നമ്മുടെ സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു വിശുദ്ധരാണല്ലോ സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത്. അതിൽ തന്നെ ചില നല്ല അമ്മ വിശുദ്ധരുണ്ടല്ലോ, പ്രത്യേകിച്ച് വിശുദ്ധ മോനിക്ക. എത്ര ധ്യാനിച്ചാലും നമുക്ക് മതി വരാത്ത വിശുദ്ധ റീത്ത എന്നുള്ള വിശുദ്ധ റീത്തയുടെ പ്രാർത്ഥനയൊക്കെ ഞാൻ വായിച്ചിട്ട് നമുക്ക് ചങ്ക് കൈവച്ച് ഇങ്ങനെ ധ്യാനിച്ചിരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം ദൈവമേ, പാപം ചെയ്യുന്നതിനേക്കാൾ എൻ്റെ മക്കൾ മരിച്ചു പോട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ എൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിച്ച 2 അമ്മമാരെ ഞാൻ ഓർക്കുന്നുണ്ട്. ഒരിക്കലും അമ്മ, ഒരു പൂർണ്ണ ഗർഭിണിയായ അമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ ഉദരത്തിൽ നിന്ന് കൈവച്ച് പ്രാർത്ഥിക്കാവോ. എനിക്ക് ആദ്യം നാണവും ചമ്മലൊക്കെ ആയിരുന്നു. നമ്മൾ പിന്നെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ മുമ്പിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഇതുപോലത്തെ കാര്യങ്ങൾ നാണിക്ക് അവകാശമില്ലല്ലോ. ഞാൻ ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കണം? എൻ്റെ കുഞ്ഞ് ആണായാലും പെണ്ണായാലും വിശുദ്ധനായിട്ട് ജീവിക്കാൻ വേണ്ടി മാത്രം പ്രാർത്ഥിക്കുക. ഞാൻ ആദ്യമായിട്ടൊരു അമ്മയുടെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ചു തന്ന. വേറൊരു അമ്മ എൻ്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു. മകൻ ഇച്ചിരി അലമ്പൊക്കെ ആയിട്ട് നടന്ന് ഇച്ചിരി കുസൃതിത്തരങ്ങളൊക്കെ കാര്യമുണ്ട്. അച്ഛാ, അവനെ ഈശോ തിരിച്ചെടുത്താലും കുഴപ്പമില്ല, അവൻ പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം. അമ്മ ഇത്ര പറഞ്ഞോളൂ, അമ്മ മരിച്ചു പോലും കുഴപ്പമില്ല, അച്ഛൻ അതിന് വേണ്ടി വേണ്ടി പ്രാർത്ഥിച്ചോ, പക്ഷെ അവൻ പാപത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. തിരുസഭയുടെ ഏറ്റവും വലിയ ശക്തിയും ഏറ്റവും വലിയ ബലവും ഈ അമ്മമാരുടെ ശക്തിയാണ്. വൈകുന്നേരങ്ങളൊക്കെ സമ്പന്നമാക്കിയിരുന്ന അമ്മമാരുടെ പ്രാർത്ഥനകൾ, വൈകുന്നേരമൊക്കെ എത്ര വീട്ടിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ അയൽവക്കങ്ങളിലൊക്കെ 1-2 ക്രിസ്ത്യാനികളുടെ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ അമ്മ വൈകുന്നേരം ആകുമ്പോൾ ഒരു പരിശുദ്ധാത്മാവിൻ്റെ പാട്ടം ഇട്ട് കൊടുക്കും, എല്ലാവരും പിടിക്കും. അപ്പോൾ അപ്പുറത്ത് വീട്ടിൽ നിന്ന് ഒരു കോമ്പറ്റീഷൻ റൗണ്ട് പോലെ അവിടുന്ന് അടുത്ത പാട്ട്, അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് നന്മ നിറച്ച് ഉറക്കെ ചെല്ലുന്നു. ഇതെല്ലാം കഴിയുമ്പോൾ മാതാവിൻ്റെ പാട്ടുകളുണ്ടല്ലോ, ജപമാല അവസാനിക്കുമ്പോൾ നല്ലൊരു കോമ്പറ്റീഷൻ റൗണ്ടിൻ്റെ മേളം ഉണ്ടായിരുന്നു. ഈ അമ്മമാർ ക്രിയേറ്റ് ചെയ്തിരുന്ന ഒരു വൈകുന്നേരങ്ങളിലെ ഒരു ആത്മീയതയുടെ മണമുള്ള വൈകുന്നേരങ്ങൾ, നല്ലൊരു ആംബിയൻസ്. അതൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ സ്വർഗം നോക്കി നടക്കുന്നതിന് തെളിവും വലിയ ഫോർമേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു. പരിശുദ്ധ അമ്മ തന്നെയാണ് നമുക്കിതിനുള്ള ഏറ്റവും നല്ല മാതൃകയും. അതുകൊണ്ടല്ലേ ഈശോ സ്വർഗത്തിലേക്ക് മടങ്ങും മുമ്പ് സഭയുടെ പ്രതിപുരുഷനായിട്ട് നിർത്തിക്കൊണ്ട് യോഹന്നാനെ മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. എത്ര കൃത്യതയോടെ മാതാവ് യോഹന്നാനെയും കൂടെയുള്ളവരെയും കൂട്ടിപ്പിടിച്ച് പരിശുദ്ധാത്മാവ് വരുന്നവരെ അമ്മയോടൊപ്പം പ്രാർത്ഥിച്ചപ്പോഴാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയത്. അതുകൊണ്ട് ഈ ഒരു വൈകുന്നേരം നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബം മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയാൻ പരിശുദ്ധ അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇത് ഞാൻ പറയുമ്പോൾ ഒരല്പം വേദനയോടെ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് നമുക്ക് നിർത്താമെന്ന് തോന്നുന്നു. ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടും വേദനിച്ചിട്ടും കണ്ണീരൊഴുക്കിയിട്ടും അവഗണിക്കപ്പെട്ട് മറ്റ് പലയിടങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട ഒത്തിരി അമ്മമാരുണ്ട്. ഒരിക്കലും ഹൈന്ദവനായ സഹോദരൻ തമിഴ്നാട്ടിൽ വളരെ പ്രശസ്തമായ രീതിയിൽ, വളരെ മാതൃകാപരമായ രീതിയിൽ ഒരു ആതുരാലയം നടത്തുന്ന സഹോദരനുണ്ട്. ഒരിക്കലും ഒരു പബ്ലിക് വേദിയിൽ അദ്ദേഹം പ്രസംഗിച്ചതാണ്, ഗാന്ധിജി പറഞ്ഞ അതേ വാക്കുകളാണ്, ഞാൻ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നു, ക്രിസ്ത്യാനികളെ ഞാൻ ഇന്നും വെറുക്കുന്നു. നിങ്ങൾക്ക് അച്ഛന്മാർക്കും നിങ്ങളുടെ ബാക്കിയുള്ളവർക്കും എങ്ങനെ നിങ്ങൾക്ക് ദൈവം സ്നേഹമാണെന്ന് പറയാൻ അവകാശമുണ്ട്, നിങ്ങളുടെ ജീവിതം അങ്ങനെ അല്ലെന്നൊക്കെ പുള്ളി ഉദാഹരണമായിട്ട് പുറകെ പറഞ്ഞു വന്നതാണ് നമ്മളെ കരയിപ്പിക്കുന്ന കാര്യം. ഒരു വൈകുന്നേരം ഒരു മഴയുടെ സമയത്ത് ഒരു പെൺകുട്ടി കാറിലൊരു സ്ത്രീയായിട്ട് വന്നു, വളരെ മുഷിഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചൊരു സ്ത്രീ. പക്ഷേ ഈ പെൺകുട്ടിയാണ് നല്ല ടിപ്പ് ടോപ്പ് ഡ്രസ്സൊക്കെ ഇട്ട്. അവൾ വന്ന വഴി പറഞ്ഞു, സാർ ഞാൻ ചെന്നൈ നഗരത്തിൽ സംഭവിച്ച കാര്യമാണ്. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ വഴിയിലൂടെ യാത്ര ചെയ്ത് പോന്നപ്പോൾ ഈ സ്ത്രീയോട് മഴയത്ത് കിടക്കുന്നത് കണ്ടു, എനിക്ക് സഹതാപൊന്നും എടുത്തുകൊണ്ട് പോകുന്നതാണ്, സംസാരിക്കുന്നൊന്നുമില്ല, ഇച്ചിരി ബോധക്ഷയം പോലെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ പുള്ളി ഭയങ്കര അത്ഭുതം തോന്നി. ഒരു ചെറുപ്പക്കാരിയായ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. ഇന്നും ഈ കാലഘട്ടങ്ങളിലും ഇതുപോലെയുള്ള നല്ല പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ആശ്വസിച്ചുകൊണ്ട് ഈ മനുഷ്യനും ബാക്കി സഹോദരങ്ങളെ കൂടി അമ്മേനെ എടുത്ത് അകത്തോട്ട് കിടത്തി. ഈ പെൺകുട്ടി പറഞ്ഞു, സാർ ഞാൻ പിന്നീട് വന്ന് അന്വേഷിച്ചോളാം. അങ്ങനെയാണല്ലോ നമ്മുടെ സത്രക്കാരൻ പറഞ്ഞ പോലെ, ഞാൻ പിന്നീട് വന്ന് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് പെൺകുട്ടി പോയി. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മെഡിക്കേഷനൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മച്ചി നോർമലായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ ആദ്യ ചോദ്യം ഇതായിരുന്നു, എൻ്റെ മകള് പോയോ? ആ കൊണ്ടയാക്കിയിട്ട് പോയത് സ്വന്തം മകളായിരുന്നു.
ഈ അമ്മ ചോദിച്ചത് എൻ്റെ മകള് പോയെന്നാണ് ചോദിക്കുന്നത് ആദ്യം. ഈ മകളാണ് കൃത്യതയോടെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് പോയത്, വഴിയിൽ നിന്ന് കിട്ടിയ സാധനമാണെന്ന് പറഞ്ഞിട്ട് 10 മാസം ഗർഭത്തിലേന്തി നൊന്ത് പെറ്റ് അതിനേക്കാൾ ഉപരി അതിൽ കൂടുതൽ വേദനകളിലൂടെയും സഹനങ്ങളിലൂടെയും കണ്ണുനീരിലൂടെയും കടന്നുപോയി ഇതുപോലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ വഴി കിടന്ന സാധനമായി. ഇങ്ങനെ തകർന്നു പോയ ഒത്തിരി അമ്മമാരെ ഇവിടെ നിന്ന് നമ്മൾ സ്നേഹപൂർവ്വം സ്മരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഏതെങ്കിലും അമ്മമാർക്ക് മക്കളെ വേണ്ട വിധത്തിൽ സ്നേഹിക്കാൻ പറ്റിയില്ലെന്നോ, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുക്കാൻ പറ്റിയില്ലെന്നോ, മാതൃക കൊടുക്കാൻ പറ്റിയില്ലെന്നൊക്കെ വേദനിക്കുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ അത് ഇവർക്കൊരു സ്വാന്തനത്തിൻ്റെ ഈ ഒരു വൈകുന്നേരം അവർക്കൊരു സാന്ത്വനത്തിൻ്റെ വൈകുന്നേരം കൂടി ആവട്ടെ. നമുക്കൊന്നു ചേർന്ന് അവരെ കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. കുടുംബത്തോടൊപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അമ്മമാരോടൊന്ന് ചേർന്ന് നിൽക്കട്ടെ. അമ്മമാരടുത്തില്ലെങ്കിൽ അമ്മമാരെ ഒന്ന് മനസ്സിൽ ധ്യാനിക്കാം. അമ്മമാർ മരണം മൂലം അകന്നു പോയെങ്കിൽ അവരുടെ ആത്മാക്കളെ സ്നേഹപൂർവ്വം തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പഴയ നിയമങ്ങളിൽ എത്രയോ തവണ നീ മാധുര്യമുള്ള അമ്മയായി അവതരിക്കപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ സ്നേഹം ഞങ്ങൾക്ക് മുഴുവനായി കാട്ടിത്തന്നത് പഴയ നിയമത്തിൽ നീ തന്നെയായിരുന്നു. പുതിയ നിയമത്തിൽ ഞങ്ങൾക്ക് നീ പരിശുദ്ധ അമ്മയെ തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. ഈ ഭൂമിക്കായി ഒരമ്മയെ തന്നു. അമ്മ ഈ ഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നും മക്കൾ എങ്ങനെ വളർന്നു വരണമെന്നും കൃത്യതയോടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. എല്ലാ അമ്മമാർക്കും പൂർണ്ണ മാതൃകയായി പരിശുദ്ധ കന്യകാമാതാവെ നീ മുൻപേ കടന്നു പോയല്ലോ. നിമിഷം ഞങ്ങൾക്ക് ജന്മം തന്ന അമ്മമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നൊന്തുപെറ്റ, ഞങ്ങളെ ഈ ഒരു അവസ്ഥ വരെ എത്തിച്ച ഞങ്ങളുടെ അമ്മമാരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു. മക്കളെ വളർത്തുവാനായി കഷ്ടപ്പെട്ട അമ്മമാർ, മക്കളെ വളർത്തിയിട്ടും അവർ തിരിഞ്ഞു നോക്കാതെ വേദനിപ്പിച്ചകന്നുപോയ തകർന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ ആ അമ്മമാരെ കൂടി ഓർക്കുന്നു. മക്കളുടെ ജീവിതം വഴിമാറിപ്പോയതിൻ്റെ പേരിൽ മോനിക്കയെ പോലെ ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവരെയും ഞങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. മക്കളുടെ തിരിച്ചുവരവനായി കാത്തിരിക്കുന്ന എല്ലാ മാതൃഹൃദയങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം അമ്മമാരുടെ സ്നേഹം കിട്ടാതെ പോയ ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ, സ്വർഗം മുഴുവനെ നിങ്ങൾ ഈ നിമിഷം ആ മക്കളുടെ ആന്തരിക മുറിവുകളെ എടുത്തു മാറ്റി അവരുടെ ഹൃദയത്തിൽ അവരുടെ അമ്മമാർ കൊടുക്കാതെ പോയ സ്നേഹത്തിൻ്റെ ഇരട്ടി കൊടുത്ത് അവരെ ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ചേർന്ന് തലകുനിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും